السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇന്ന് വെള്ളിയാഴ്ച നാം ജുമാ നിസ്കരിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മഹാഭൂരിപക്ഷം ആളുകളും 5 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതിനു പുറമെ ഖുർആൻ ഓതാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്. ഈ വിശുദ്ധ മാസത്തിൽ തന്നെ ധാരാളം മൗലിദിന്റെ മജ്ലിസുകളിലൊക്കെ നാം പങ്കെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോദിക്കുന്നത്, ഈ ജുമാ നിസ്കാരം നമ്മളെല്ലാവരും വിശ്വാസികളായതുകൊണ്ട് പള്ളിയിലേക്ക് വന്നതാണ്. 5 വഖത്ത് നിസ്കരിക്കുന്നവരും ആ അർത്ഥത്തിലാണ് നിസ്കരിക്കുന്നത്. മൗലിദിന്റെ സദസ്സുകളിലും മീലാദ് യാത്രകളിലും റാലികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ യഥാർത്ഥ മധുരവും ആനന്ദവും രസവും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. നാം നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരത്തിൽ, ജുമയാവട്ടെ സാധാ നിസ്കാരങ്ങളാവട്ടെ, സ്ഥിരമായി ഖുർആൻ ഓതുന്നവരും അല്ല എപ്പോഴെങ്കിലുമൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാരും മൗലിദിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതിന്റെ യഥാർത്ഥ മധുരവും രസവും മാധുര്യവും അനുഭവപ്പെടുന്നുണ്ടോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് ജുമാ നിസ്കരിച്ചവർക്കൊക്കെ ജുമയുടെ മധുരവും രസവും ഒരുപോലെ ആയിരുന്നു. ഇന്ന് അസർ നിസ്കരിക്കുന്നവർക്കും സുബിഹി നിസ്കരിച്ചവർക്കും അങ്ങനെയാണോ? നമ്മുടെ മൗലിദിന്റെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു 100 ആളുകളിൽ ആ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആ സദസ്സിന്റെ യഥാർത്ഥ രസവും ലദ്ദത്തും മധുരവും ഒരുപോലെയാണോ എല്ലാവരും അനുഭവിക്കുന്നത്? അല്ല എന്ന് ആ സദസ്സിലെ ഓരോ ആളുകളെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ, ഒരു ഭക്ഷണത്തിന്റെ തീന്മേശയുടെ മുന്നിൽ ചെന്നിരുന്നാൽ ആ മേശപ്പുറത്ത് ഭക്ഷണത്തിന്റെ പരിസരത്തിരിക്കുന്ന എല്ലാ ആളുകളും ഒരുപോലെയല്ല ഭക്ഷണത്തിന്റെ രസം അനുഭവിക്കുന്നത്? അതിന് കാരണങ്ങളുണ്ട്. അവിടെയാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏതെല്ലാം നല്ല കർമ്മങ്ങളുണ്ടോ, പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആനന്ദവും രസവും ലഭിക്കുന്നുണ്ടോ? ഇന്ന് ജുമാക്ക് 100,000 ആളുകൾ ഈ പള്ളിയിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ വരവിൽ ഒരുപോലെ ആനന്ദമാണോ രസമാണോ എന്ന് നാം ഒക്കെ ആലോചിക്കണം, ചിന്തിക്കണം സഹോദരന്മാരെ. എപ്പോഴാണ് നമുക്ക് നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ മധുരവും രസവും അനുഭവിക്കാൻ കഴിയുക? അതിൻ്റെ പ്രധാനമായുള്ള ഒരു കാരണം, ആയുധമെന്ന് പറയുന്നത് മഹബ്ബത്ത് തന്നെയാണ്, സ്നേഹം തന്നെയാണ്. അവിടെയാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു ഹദീസിന്റെ ആശയം നാം മനസ്സിലാക്കേണ്ടത്. സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരു മനുഷ്യരിലുണ്ടോ, ഏത് മനുഷ്യനിലുണ്ടോ ആ മനുഷ്യൻ ആരാധനയുടെ, ഇബാദത്തിന്റെ, ആത്മീയ സദസ്സുകളുടെ, അതുപോലെ തന്നെ നല്ല കർമ്മങ്ങളുടെ മധുരം അനുഭവിച്ചിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് ആ 3 കാര്യം? അതിലൊന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും പ്രവാചകരും ഒരു മനുഷ്യനിലേക്ക് എപ്പോഴാണോ ഏറ്റവും മഹബ്ബത്തുള്ളവരായി മാറുക, അപ്പോഴേ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെ മധുരവും രസവും അനുഭവിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊക്കെ അറിയാം, നമ്മൾ വിവാഹം കഴിച്ച ഒരു ഭാര്യ, ആ ഭാര്യ എത്ര സൗന്ദര്യമുള്ളവളാവട്ടെ, ആ സൗന്ദര്യമുള്ള ഭാര്യയോട് കേവലം സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം ഒരാൾക്ക് മഹബ്ബത്തുണ്ടാവോ? യഥാർത്ഥ മഹബ്ബത്തുണ്ടാവോ? അല്ലെങ്കിൽ ആ ഭാര്യയെ കാണുമ്പോൾ ആനന്ദവും രസവും ഉണ്ടാവോ? ആ ഭാര്യയുള്ള വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമുക്കൊരു ആവേശവും അതുപോലെ തന്നെ ആനന്ദവും രസവും അനുഭവപ്പെടുമോ? ഇല്ല. അവളോട് നമുക്ക് യഥാർത്ഥ മഹബ്ബത്ത്, യഥാർത്ഥ സ്നേഹം, അവളോട് എത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹം, അതിൻ്റെ പവർ എത്ര കൂടുന്തോറും അവൾ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലാൻ, അവരെ കേൾക്കാൻ, അവളെ അനുഭവിക്കാൻ, അവളെ കാണാൻ ഒക്കെ നമുക്ക് സ്വാഭാവികമായും ഓരോരുത്തരുടെ സ്നേഹത്തിന്റെ തോതനുസരിച്ച് കാഴ്ചക്കും കേൾവിക്കും അനുഭവത്തിനും അവൾ ഇരിക്കുന്നിടത്ത് ചെല്ലാനുമൊക്കെ നമുക്ക് സ്വാഭാവികമായും രസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സ്വാഭാവികമാണ്. എന്നാൽ ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ആ രസവും. ആർക്ക് വേണ്ടിയാണ് നാം ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്.
അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദീനിനോടുള്ള ഹബീബിനോടുള്ള മഹബത്തിന്റെയും കൂടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളിലും അവന് അനുഭവിക്കുന്ന യഥാർത്ഥ രസവും മധുരവും അവനിക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു അവന്റെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളവനാവണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനിക്ക് ഏറ്റവും മഹബത്തുള്ളവനായി മാറണം. നോക്കൂ സഹോദരന്മാരെ, ആ മഹബത്ത് യഥാർത്ഥത്തിൽ സമ്പാദിച്ച, ആ സ്നേഹം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കുടികൊണ്ട ആളുകൾക്കൊക്കെ ഇബാദത്തിൽ വല്ലാത്ത ആനന്ദമായിരുന്നു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചരിത്രം വലിച്ചു നീട്ടി പറയുന്നില്ല. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി കഴുമരത്തിലേറ്റപ്പെട്ട അംഗവിഛേദങ്ങൾ നടത്തിയിട്ട് ഓരോ അവയവങ്ങളും മുറിച്ച് മാറ്റി 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 അവസാനം കഴുമരത്തിലേറ്റപ്പെട്ട് രക്തസാക്ഷിയായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ധീരപുത്രനായ ഒരു ചെറുപ്പക്കാരൻ സ്വഹാബിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിന്റെ ചുവട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കാരം ചരിത്രത്തിൽ ഇടം പിടിച്ച നിസ്കാരമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചതല്ല. വയറ് നിറച്ച് രുചികരമായ ഭക്ഷണം കഴിച്ച് ബത്തയിൽ നിന്ന് എണീറ്റ് അഥവാ നിസ്കരിക്കാൻ പോയതല്ല, മറിച്ച് അടുത്ത നിമിഷം അതിക്രൂരമായി കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള സമയം, തന്റെ ഭാര്യ വിധവയാകുമെന്ന് ഉറപ്പുള്ള സമയം, തന്റെ മക്കൾ യതീമുകളാകാൻ പോകുന്നു എന്ന് 100% ഉറപ്പിച്ചു നിൽക്കുന്ന സമയം, കഴുമരത്തിന്റെ ചുവട്ടിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ച നിസ്കാരത്തെ ചരിത്രത്തിൽ എത്ര മനോഹരമായിട്ടാണ് വിശദീകരിച്ചത്. ആ നിസ്കാരം ദർശിച്ച പലവരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം കഴുമരത്തിൽ ഏറ്റുന്നതിന് മുമ്പുള്ള നിസ്കാരം, ഞാനും നിങ്ങളും ഇന്ന് ജുമാ നിസ്കരിച്ചു പോയാൽ നമ്മുടെ തീന്മേശയുടെ മുന്നിൽ രുചികരമായ ആഹാരമുണ്ട് എന്ന് ഉറപ്പുള്ള സമയത്ത് പോലും നമ്മുടെ നിസ്കാരത്തിന്, ആ നിസ്കാരത്തിന്റെ ആനന്ദത്തിന്റെ രസത്തിന്റെ അതുപോലെ മധുരത്തിന്റെ എത്ര ശതമാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ആ നിസ്കാരത്തിന് സൗന്ദര്യം കൂടാൻ കാരണം ഹുബൈബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും അത്രമേൽ സ്നേഹിച്ച, മഹബത്ത് വെച്ച, ഹൃദയത്തിൽ നെഞ്ചിലേറ്റിയ ഒരു മഹാസ്വഹാബിയായിരുന്നു. ഒരു സംഭവം കൂടെ പറയാം. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വളരെ ധീരമായ പോരാട്ടത്തിന്റെ കഥ പറയുന്ന മുഅ്തത്ത് രണഭൂമിയിലേക്ക് സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ അവരെ പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. ആ പറഞ്ഞയക്കുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പ്രഖ്യാപനം? ഈ സംഘത്തിന്റെ അമീർ, നേതാവ് ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. ആ സയ്യിദ് ഇബ്നു ഹാരിസ് കൊല്ലപ്പെട്ടാൽ അടുത്ത നേതാവ് ആരായിരിക്കും? ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. ജഅഫർ ഇബ്നു അബീ താലിബും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത അമീർ ആരായിരിക്കും? പറയുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ്. ഇതിനർത്ഥം എന്താണെന്നറിയോ സഹോദര? ഈ 3 ആളുകളും ഈ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ആ യുദ്ധഭൂമിയിലേക്ക് അവർ പോകുമ്പോ ചരിത്രത്തിൽ കാണാം, പാട്ടും പാടിയിട്ടാണ് പോകുന്നത്. നോക്കണം നിങ്ങൾ, മരിക്കുമെന്ന് ഉറപ്പായി, ഷഹീദാകാൻ പോവുകയാണ്, ഇനി ഒരിക്കലും ഭൗതിക ലോകത്ത് ജീവിക്കാൻ പോകുന്നില്ല. എന്നിട്ടും ആ രണഭൂമിയിലേക്ക് ഒരാൾ കൊല്ലപ്പെട്ട് മറ്റൊരാൾ നേതൃത്വമേറ്റെടുത്ത് പോരാടാൻ പോകുമ്പോൾ അവരിങ്ങനെ പാടുന്നുണ്ട്, പാട്ട് പാടിയിട്ട് പോരാട്ടത്തിന് പോവുകയാണ്. ഞാൻ പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ഒരു പോരാട്ട ഭൂമിയിൽ മരിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത് പോലും പാട്ടും പാടി രക്തസാക്ഷിത്വം വഹിക്കാൻ സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചതിന്റെ കാരണം എന്താണ്? അത് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ കാരണമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ കാരണമാണ്. ആ മഹബത്ത് ഉള്ളവർക്കാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ അവരുടെ ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ ഒക്കെ ആനന്ദമുണ്ടാവുക, സന്തോഷമുണ്ടാവുക. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? മഹബത്തിന്റെ പ്രാധാന്യമാണ്. കാരണം മഹബത്ത്, സ്നേഹം എന്ന് പറയുന്നത് അതിമനോഹരമായൊരു വാക്കാണ്. ഇന്ന് വളരെ കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. പക്ഷേ ആ മഹബത്തിന്റെ ഫലം എന്താവണം? യഥാർത്ഥ മഹബത്തിന്റെ ഫലം ആർക്കാണ് കൊയ്തെടുക്കാൻ കഴിയുക? നമ്മുടെ ഉമ്മയോടുള്ള, വാപ്പയോടുള്ള,
ഭാര്യയോടുള്ള, ഭർത്താവിനോടുള്ള, സുഹൃത്തുക്കളോടുള്ള, അതുപോലെ മറ്റുള്ള മനുഷ്യരോടുള്ള സ്നേഹം അർത്ഥപൂർണമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അതെന്താണ്? അൻ യുഹിബ്ബൽ മർഉ, രണ്ടാമത്തെ ഒരു കാര്യമായി പറഞ്ഞത് ഈമാനിന്റെ രസം അനുഭവിക്കാൻ, ഇബാദത്തിന്റെ മധുരം അനുഭവിക്കാൻ, മഹബത്തിന്റെ യഥാർത്ഥ മധുരം ജീവിതത്തിൽ അനുഭവിക്കാനും നിലനിൽക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകര് പഠിപ്പിക്കുകയുണ്ടായി. അൻ യുഹിബ്ബൽ മർഅ, മനുഷ്യരെ അവൻ സ്നേഹിക്കണം. പക്ഷേ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി മാത്രമേ അവൻ ആരെയും സ്നേഹിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മയോടുള്ള സ്നേഹം, ഉമ്മ ഈ ഭൂമുഖത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോയാലും നിലക്കാത്തൊരു സ്നേഹമായി മാറണമെങ്കിൽ ഉമ്മയുടെ ആരോഗ്യകാലത്ത് ഉമ്മയിൽ നിന്ന് കിട്ടുന്ന നന്മയെ മാത്രം ഓർത്ത് സ്നേഹിച്ചാൽ ആ നന്മ ലഭിക്കുമ്പോൾ മാത്രമേ ആ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. ഭർത്താവ് ഭാര്യയെയും, ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കുന്നത് കായിക ബലവും സമ്പത്തും ബാഹ്യമായ സൗന്ദര്യവും യുവത്വവും ആ യുവത്വത്തിന്റെ പ്രസരിപ്പും ഒക്കെ കണ്ടുകൊണ്ടാണ് ആ സ്നേഹമെങ്കിൽ അതെല്ലാം അസ്തമിക്കുമ്പോൾ ആ സ്നേഹത്തിന് മങ്ങലേൽക്കുമെന്നൊരാശയമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ചിലവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 90 വയസ്സ് പിന്നിട്ടാലും അവർ ഒരു യുവത്വത്തിന്റെ കാലത്തുള്ള സ്നേഹം നിലനിർത്തി ജീവിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതേസമയം അതിലേറെ പ്രതാപം ഭൗതിക ജീവിതത്തിൽ ഉണ്ടായിട്ടും നിലനിൽക്കുന്നില്ല പലവരുടെയും ദാമ്പത്യത്തിലെ സ്നേഹം, കുടുംബ ജീവിതത്തിലെ സ്നേഹം, സൗഹൃദ ബന്ധങ്ങൾ. എന്താ കാരണം? നശിക്കുന്ന, മരിക്കുന്ന, അസ്തമിക്കുന്ന ഭൗതിക മാനദണ്ഡങ്ങൾക്ക് സ്നേഹമാകുന്നു. അവിടെയാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുമ്പോൾ അള്ളാഹു മരിക്കാത്തവനാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അസ്തമിക്കാത്തവനാണ്. അങ്ങനെ എന്നും നിലനിൽക്കുന്ന ഹയ്യും കയ്യുമായ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം മാത്രമേ ഫലവത്തായ, മധുരമുള്ള, സർഗാത്മകമായ, എന്നും നിലനിൽക്കുന്ന യഥാർത്ഥ സ്നേഹം ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇന്ന് ഖുതുബയിൽ ഇമാം പരാമർശിക്കുകയുണ്ടായി. എനിക്ക് എൻ്റെ നഫ്സല്ലാത്ത എല്ലാറ്റിനേക്കാളും തങ്ങളോട് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, അത് മതിയാവില്ല, യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ അത് മതിയാവില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് മഹാനായ പ്രവാചകർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, നബിയെ, എൻ്റെ നഫ്സിനേക്കാളും എനിക്ക് തങ്ങളോട് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹമുള്ളത്. ആ അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള പ്രഖ്യാപനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രമാത്രം കാത്തു സൂക്ഷിച്ചു എന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഖിലാഫത്ത് കാലത്ത്, താൻ ഭരിക്കുന്ന കാലത്ത് ഇസ്ലാമിന്റെ ആ രാജ്യത്തിന്റെ പൊതുസ്വത്തിൽ നിന്ന് ജനങ്ങൾക്ക് സമ്പത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ മകനിക്ക് 3000 ദീനാർ കൊടുക്കുകയാണ്. ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 4000 കൊടുക്കുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന് പറയുന്ന മുത്തബി ഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന തന്റെ മകൻ ചോദിക്കുന്നു, നബിയെ, നിങ്ങളെക്കാളും ഉസാമയുടെ വാപ്പാക്ക് വല്ല സ്ഥാനമുണ്ടോ? നിങ്ങളുടെ മകനായ എന്നെക്കാളും ഉസാമക്ക് വല്ല സ്ഥാനമുണ്ടോ? പിന്നെ എങ്ങനെ ഒരു 1000ന്റെ വിടവ് വന്നു, വർധനവ് വന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൈഹാത്ത്, മോനെ, അങ്ങനെ പറയാൻ പറ്റില്ല, വളരെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയുകയുണ്ടായി മഹാനവറുകൾ, മോനെ, നിന്റെ വാപ്പയെക്കാളും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ സ്നേഹിച്ചത് ഉസാമയുടെ വാപ്പയാകുന്ന സെയ്ദ് ബിൻ ഹാരിസ് തങ്ങളെയാണ്. നിന്നേക്കാളും അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സ്നേഹം ആ സെയ്ദ് ബിൻ ഹാരിസ് എന്ന ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദത്തുപുത്രനായ ആ പുത്രന്റെ മകനായ ഉസാമത്ത് ബിൻ സെയ്ദാണ്. അതുകൊണ്ട് നിന്നേക്കാളും എനിക്ക് കൊടുക്കാൻ കടപ്പെട്ടവൻ ഉസാമയാണെന്ന് പ്രതികരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.